ഭക്തി സ്ഫുരിക്കുന്ന ഭയം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ശീർഷകം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു രീതി തർഹീബിൻ്റെയും തർഗീബിൻ്റെയും ശൈലിയാണ്. അള്ളാഹു സന്തോഷം നൽകുന്ന സുവിശേഷങ്ങൾ ബുഷറയാത്ത് അള്ളാഹു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തലുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഹൃദയത്തിനുള്ളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം. നമ്മൾ അതുകൊണ്ടാണ് എത്രയോ സാധാരണക്കാർ ഇൽമുള്ള ആലിമീങ്ങളെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടാകും. അവര് വല്ല ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നവരായിരിക്കും. ചെത്തിപ്പൊളിച്ച് വല്ല ബൈക്കോ എൻഫീൽഡൊക്കെ ഇട്ട് ചെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്ക. അല്ലല്ല, അവരിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നല്ല സ്നേഹമുള്ള, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന, അള്ളാഹുവിനെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരുണ്ട്. ഖൽബിന് വേണ്ടത് അതാണ്. ആ ഒരു ഭയം തർഗീബിന്റെ കൂടെ തന്നെ ഒരു തർഹീബ്. പടച്ച തമ്പുരാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അള്ളാഹുവിനെ കണ്ടുമുട്ടേണമല്ലോ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തേണമല്ലോ എന്ന ഒരു ചിന്ത ഈ റമദാൻ വരുമ്പോൾ നമുക്കതാണ് വരുന്നത്, അല്ലേ? അള്ളാഹു നമ്മെ സംശുദ്ധരാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഈ റമദാൻ കൊണ്ടൊരു വലിയ മാറ്റം നമുക്കുണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് റമദാൻ കഴിഞ്ഞു പോയല്ലേ, കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ റമദാനുകൾ നമ്മളിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് സംശയിക്കണമെന്നാണ്. കാര്യമായൊരു മാറ്റം. സുന്നത്ത് നിസ്കരിക്കാത്ത ആളായിരുന്നു, റമദാനോടുകൂടെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തഹജ്ജുദ് തീരെ ഇല്ലാത്ത ആളായിരുന്നു, റമദാൻ തുടങ്ങിയതിനു ശേഷം അത് നിലനിർത്തി പോരുന്നുണ്ട്. പിശുക്കന, എല്ലാ നിസ്കാരം നോമ്പ് ദിക്റൊക്കെ ചൊല്ലും, 5 പൈസ കൊടുക്കാൻ പറ്റാത്ത ആളാണ്. അയാൾ ഒരു സ്വതക്ക ചെയ്യാൻ പഠിച്ചു. ഈ റമദാനോടുകൂടെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സിറുൽ ഖൗഫ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ഒരു അടയാളമാണത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബിമാർ, നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ ഒറ്റക്കിരുന്ന് ആത്മവിമർശനം ചെയ്തിരുന്ന ആളുകൾ. നമ്മളെ വിമർശിക്കുക, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയമുണ്ട്, അതിനൊക്കെ കരുത്തുമുണ്ട്, ആർജവും ഒക്കെ ഉണ്ട്. നമ്മൾ ആ കൂട്ടത്തിലല്ല, അതില്ലാതെ തന്നെ നമ്മളെ വിമർശിക്കേണ്ടവരാണ്. നമ്മളെ വിമർശിക്കാൻ, ഞാനിപ്പോ എങ്ങനെ ഉണ്ടെന്ന് അവനവനെ പറ്റി ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ ബേജാറ്, നരകത്ത് പോകൂല. നമ്മളെ കാര്യം സേഫാന്നാ വിചാരം. മറ്റുള്ളവരെ കുറിച്ചുള്ള ബേജാറിന്റെ അപ്പുറം നമ്മളെ കുറിച്ചല്ലേ ബേജാറാവേണ്ടത്. അതാരാ പിന്നെ ചെയ്യാൻ? നമ്മളല്ലെങ്കിൽ ആരത് ചെയ്യും? അതുകൊണ്ടാണ് മഹത്തുക്കൾ, സജ്ജനങ്ങളായ ആളുകൾ ഒരു വേളയെങ്കിലും ജീവിതത്തിൽ ഒരു ശൂന്യതയിലേക്ക്, ആരാരും കൂടെയില്ലാതെ ഒറ്റക്കിരുന്ന് ഏകാഗ്രനായി ഒന്ന് കണ്ണ് നനഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. നമ്മൾ മൊബൈൽ ഫോണും ഡാറ്റയും വൈഫൈ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് കൺടെംപ്ലേറ്റ് ചെയ്യുക. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് ഒന്ന് കണ്ണ് നനയാൻ. ഐനാനി ലാ തമസ്സഹുമന്നാർ, 2 കണ്ണുകളുള്ള ശരീരം. 2 വിഭാഗം ആളുകൾ കരഞ്ഞതിന്റെ പേരിൽ, കണ്ണിന്റെ പേരിൽ, കണ്ണുകൊണ്ട് അല്ലാഹു പറഞ്ഞ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അവർക്ക് നരകം തൊടുകയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഐനുൻ ബാതത മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് നനഞ്ഞു പോകുന്ന കണ്ണുകളാണെന്നാണ്. അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് കരയാൻ ഇതിനൊക്കെ സമയം കണ്ടെത്തണം. ആൾക്കാരുടെ ഇരുന്നിട്ട് കരയേണ്ട ആവശ്യമില്ല, ഒറ്റയ്ക്കിരുന്നിട്ട് കരയാൻ. പിന്നെ പട്ടാളക്കാരെ പോലെ രാജ്യത്തിന്റെ ബോർഡറുകൾ കാക്കുന്ന ആളുകൾ, രാജ്യത്തിന്റെ ബോർഡർ സംരക്ഷിക്കുന്ന ആളുകൾ, അവരുടെ കണ്ണ് ഉറങ്ങാതെ നിൽക്കുന്ന കണ്ണുകളാണ്. ആ കണ്ണുകൾ, ആ ശരീരം നരകത്തിൽ കടക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ രാവിലെ സുബ്ഹി വാങ്കിന് നേരമായി നബിയെ വാങ്ക് വിളിക്കട്ടെയോ എന്ന് പറയാൻ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക, എന്തിനാണ് റസൂലേ അങ്ങ് കരയുന്നത് ഈ പാതിരാ നേരത്ത്? എല്ലാവരും ഉറങ്ങാണ്, എല്ലാവരും വിശ്രമത്തിലാണ്.
വളരെ ശാന്തമായ രാത്രിയിൽ എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? അനാ അലമുകും ബില്ലാഹി വഅഖ്ശാകും ലഹു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നതും എനിക്കാണ്. നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചറിയാം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചറിയാം, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചറിയാം, റിസാലത്തിനെ കുറിച്ച് മനസ്സിലാക്കുക, ആഖിറത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത് മനസ്സിലാവാതെ ഒരു ജീവിച്ചൊരു ജീവിതം തീർന്നാൽ അതൊരു നഷ്ടമാണ്. നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ എന്താ ആലോചിക്കണ കാര്യമായിട്ട്? തിന്നണം, കുടിക്കണം, പിന്നെ മഴ കൊള്ളാതെ ഇടി തട്ടാതെ വെയില് തട്ടാതെ ഇരിക്കാൻ ഒരു വീട് വേണം, അല്ലേ? പിന്നെ കുട്ടികളെ കെട്ടിക്കാൻ നമുക്ക് കെട്ടിച്ചു വിടണം. ഇതിനപ്പുറം നമുക്ക് എന്താ ലക്ഷ്യമുള്ളത് ജീവിതത്തിൽ? അതിനപ്പുറം ഒരു ലക്ഷ്യം വേണ്ടേ? ഈ ഭക്ഷണവും താമസവും അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണല്ലോ. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിത്ല മാ അന്നകും തൻതിഖൂൻ. അള്ളാഹു ഏറ്റെടുത്ത വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ടെൻഷന്. എൻ്റെ കുട്ടിക്ക് ഒരു പണി കിട്ടണം കേട്ടോ, ഓർക്കണം, ഗൾഫൊക്കെ പോയിട്ടുണ്ടൊന്നും ആയിട്ടില്ല, അവൻ പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്, അവൻ ജയിക്കണം, എൻ്റെ കുട്ടി കല്യാണം ആയിട്ടില്ല. അതൊക്കെ നമുക്ക് ചോദിക്കാം, അതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാം, അള്ളാഹുവിനോട് അതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ കൂട്ടത്തിൽ പടച്ചവനെ നിന്നെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയണല്ലോ. ഒരാളെ കുറിച്ച് അറിയുമ്പോഴല്ലേ അവരോട് ഇഷ്ടം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ച് അറിയണ്ടേ, അള്ളാഹുവിനെ കുറിച്ച് അറിയണ്ടേ, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അറിയണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അറിവ് മഅരിഫത്ത് ജീവിതത്തിൽ ലഭിക്കാതെ പോയാൽ നമ്മുടെ ലൈഫ് പിന്നെ വേസ്റ്റാണ്. ലൈഫ് കൊണ്ട് കാര്യമില്ല, തിന്നു കുടിച്ചു പോയിന്നേ ഉള്ളൂ. അറിയേണ്ട വിഷയം അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, ടെക്നോളജി പഠിച്ചു, അത് പഠിച്ചു, സയൻസ് പഠിച്ചു, മാത്സ് പഠിച്ചു, കൊമേഴ്സും എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ നഷ്ടല്ലേ? അവനെ കുറിച്ച് അറിയുമ്പോഴല്ലേ? അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിളിച്ച് അള്ളാഹുവിനെ വിളിക്കുമ്പോ യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ അല്ലാമൽ ഗുയൂബ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് ഓരോന്നും യാ സബൂർ, യാ ഗഫൂർ, അള്ളാഹുവിനെ വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളുടെ ആശയങ്ങൾ അറിഞ്ഞു വിളിക്കുമ്പോൾ ആ വിളിക്കൊരർത്ഥമുണ്ട്. നമ്മൾ അള്ളാഹുവിന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ടോ എന്നത് ഒരു വിഷയമാണ്, അല്ലേ? നമ്മളൊരു ഇന്നത്തെ ജുമുഅ അസ്രസ്കാരം കഴിഞ്ഞു, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും ആ തസ്ബീഹ് ചൊല്ലിയിട്ട് ഒന്ന് കൈപൊക്കിയാട്ടെ, ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് അറിയാൻ വേണ്ടി. അൽഹംദുലില്ലാഹ്, 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 ജസാക്കുമുല്ലാഹ് ഖൈർ. ആ ചൊല്ലിയ നേരത്തെ സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബ് എല്ലാറ്റിനേക്കാളും പരിശുദ്ധനാണ്, എൻ്റെ റബ്ബിന് ഒരു ന്യൂനതയുമില്ലാത്ത പരിപൂർണനാണ് എൻ്റെ അല്ലാഹു എന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ ഒരു നേരമെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നു കൈപൊക്കിയാട്ടെ? ഇല്ല. അൽഹംദുലില്ലാഹ്, എന്റെ പടച്ച തമ്പുരാൻ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എന്റെ ജീവിതവും എന്റെ ഈമാനും എന്റെ ഇസ്ലാമും എന്റെ ഈ ജീവിതവും എല്ലാറ്റിനും അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എന്തുല്ല 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 എന്നാ പറഞ്ഞു പോണത്, അല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് സ്പീഡ് പറഞ്ഞിട്ട് എന്തൊക്കെയാ ആയി പോണത്? ഒന്നുല്ല ഒന്നുല്ല ഒന്നുല്ല. അല്ലാഹുമ്മ അന്തല്ലാഹു എന്ന് പറയും, അൻതല്ലാഹു എന്ന് താ പറഞ്ഞ അന്ത, അല്ലേ? അന്തല്ല എന്നല്ലേ പറയാ, അങ്ങനെയല്ലേ വായിക്കുന്നത് നമ്മൾ. അതിന്റെ ആക്ഷയം ഉസ്താദുമാരടക്കം ഖുത്ബ ഓതുന്ന സമയങ്ങളിൽ പോലും അന്തല്ലാഹു, അന്ത, ഈ എന്താന്ന് അങ്ങനെയാണോ അറബിയിൽ വായിക്കേണ്ടത്? അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി റബ്ബേ. 33 തവണ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളത് പറയുന്നുണ്ടോ? നമ്മൾ എന്തുല്ല എന്തുല്ല എന്നായി പറഞ്ഞു കൂട്ടുന്നത്. അതിനൊക്കെ കൂലി കിട്ടുമെന്ന് അല്ലാഹു അലം. അതങ്ങ് സ്പീഡ് പറഞ്ഞ് തീർക്കുകയാണ്. അത് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് എൻ്റെ റബ്ബേ നിനക്ക് സ്തുതി റബ്ബേ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളൊന്ന് മെല്ലെ ചൊല്ലിയൊക്കെ എന്ത് രസം ഉണ്ടാവും. ഈ ആസിനൊക്കെ സൂപ്പർ ഫാസ്റ്റ് ഓതിയിട്ട് എന്താ കൊണ്ട് ഖിറാഅത്തിന്റെയും തർത്തീലിന്റെയും കൂലി കിട്ടൂല. പിന്നെ ഇപ്പൊ എന്തായാലും കിട്ടാണ്ടാവും, അല്ലാഹു അലം. സൂഉല്ലദബുന്നതും ഇതിലെല്ലാം മനുഷ്യന് പഠിക്കാനില്ലേ? الذين يذكرون الله قياما وقعودا, ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരെ. അങ്ങനെയാണ്. ഒരു ഭക്ഷണം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ ഒരു ധാന്യമണി, ഒരു ചോറിന്റെ ഒരു വറ്റ് ഒന്ന് നമ്മുടെ തീന്മേശയിൽ എത്തുന്നതിന്റെ മുമ്പ് ഒരു കർഷകൻ വിത്തുപാകി വെള്ളവും വളവും കൊടുത്തതിനെ വളർത്തി വലുതാക്കുന്ന അല്ലാഹുവിന്റെ ഹിക്മത്ത് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടോ? ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോ എത്രയായിരം കൈകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് വേണം നമ്മുടെ തീന്മേശയിലെത്താൻ. ഒരു ധാന്യമണി മനുഷ്യനുണ്ടാക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സംവിധാനമില്ലാതെ മനുഷ്യൻ എന്തു ചെയ്യാൻ പറ്റും?
ഇതിലെല്ലാം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അല്ലാഹുവിനെ ഓർക്കുകയും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും റബ്ബനാ അല്ലാഹുവേ മാ ഖലഖത ഹാദാ ബാതില നീ ഇത് വെറുതെ പടച്ചതല്ലല്ലോ ഫഖിനാ അദാബന്നാർ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ. കാരണം നരകം പോലെയുള്ള തീഗോളങ്ങളാണ്, സൂര്യൻ പോലെയുള്ള ഗോളങ്ങൾ തീയാണ്, തീജ്വാലകളാണ്. സൂര്യനെ പോലെയുള്ള സൂര്യൻ തീജ്വാലയാണ്, തീഗോളമാണ്. മില്യൺ കണക്കിന് കൊല്ലമായി കത്തിയെരിയുന്നു. ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? അല്ലാഹു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി സൂര്യന്റെ പ്രകാശത്തെ വശംസി വദുഹാഹാ സൂര്യനെ തന്നെയാണ് സത്യം. സൂര്യൻ സ്ഫുരിക്കുന്ന പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, ചെടികൾക്ക് വളരാൻ കഴിയില്ല, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. എത്ര അത്ഭുതമാണ്! നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഹബീബ് ചിന്തിച്ചു, ആലോചിച്ചു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സുബഹി നേരത്താണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുന്നത്. മുത്തനബി തങ്ങൾ പറയാറുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് 1 മണിക്കൂർ നേരം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. 1 മണിക്കൂർ നേരം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വുളു എടുത്ത് വന്നിട്ട് മുസല്ല വിരിച്ച് 2 റക്അത്ത് 2 റക്അത്ത് 2 ആയിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണത്ര. അപ്പൊ എങ്ങനെയായിരിക്കണം അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ? ആ ചിന്തകളിലൂടെ പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ നമുക്ക് സമയമാവണം. റമദാനും അതുപോലെയുള്ള മാസങ്ങളും ഒരു ഉണർത്തലുകളാണ്, ഒരു ഉന്മേഷം വരാൻ. പടച്ചോനെ, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ എൻ്റെ ഉമ്മ മരിച്ചപ്പോ റമദാനിലല്ലേ, എൻ്റെ എളാപ്പ മരിച്ചപ്പോ ഷഅബാനായിരുന്നല്ലോ. റബ്ബേ, ഒരു കൊല്ലം കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? നമുക്ക് മരിച്ചു പോവാൻ സമയമായി. അല്ലാഹു കണക്കാക്കിയ നേരത്തേക്ക് നമ്മെ വിട്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ യഅലമൂ അന്ന അല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. മഹാന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞൊരു അത്ഭുതമുണ്ട്. സൂറത്തുൽ ഹദീദിൽ 16-17 ആയത്തുകൾ. അലം യഅനി ലില്ലദീന ആമനു, മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇനിയും നേരമായിട്ടില്ലേ? എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം പേടിക്കാൻ സമയമായിട്ടില്ലയോ? പേടിപ്പിക്കണ വേളാർക്കും വലിയ ഇഷ്ടമല്ല അല്ലേ? മുമ്പൊക്കെ അങ്ങനെ ഇഷ്ടമായിരുന്നു. ആ കരച്ചിലും ഹൃദയത്തിന് വന്ന പാകപ്പെടലുമാണ് നമ്മുടെ ഉപ്പമാരും നമ്മുടെ വല്ലിപ്പമാരും ഒക്കെ നമ്മെ ഇങ്ങനെ തർബിയത്ത് ചെയ്യാൻ ഇടയായത്. ഒരു ഭയപ്പാട് വേണ്ടേ, പേടിക്കണ്ടേ? നമ്മൾ അല്ലാഹുവിനെ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, പടച്ച തമ്പുരാനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. അല്ലാഹു തആല പറയും വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. പടച്ച തമ്പുരാൻ ആരാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ജോലി ചെയ്യുമ്പോൾ സ്വന്തം പ്രിൻസിപ്പളെ പേടിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു മാനേജറെ പേടിക്കണ അതിന്റെ പകുതിയെങ്കിലും നമ്മൾ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ? CCTVനെ പേടിക്കണത്ര അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. അത്രയെങ്കിലും വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്, നമ്മൾ മുഅ്മിനീങ്ങൾ തന്നെയാണ്. നമ്മൾ റമദാനും റബീഉൽ അവ്വലും മുഹറം റജബും ശഅബാനും ഒക്കെ കൊണ്ടടക്കുന്നവരാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സ്വഹാബിമാർ പറയുന്നുണ്ട്, മാ ബൈന നുസൂലി ഹാദിഹിൽ ആയാത്തിൽ മുആതിബതി വബൈന ഇസ്ലാമിനാ ഇല്ലാ 4 സനവാത്.
വിശ്വാസികൾക്ക് അല്ലാഹനെ പേടിക്കാൻ നേരമായിട്ടില്ലേ? നിങ്ങൾ പടച്ച തമ്പുരാനെ എന്താണ് ഭയപ്പെടാത്തത് എന്ന് അല്ലാഹു ഞങ്ങളോട് ചോദിച്ച ഈ ആയത്ത് ഇറങ്ങാനും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 4 കൊല്ലാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി നബി തങ്ങളുടെ കൂടെ ഹബീബായ തങ്ങൾ പറയുന്ന പോലെ മുത്ത് ഹബീബിന്റെ കൂടെ ആ വരക്കൊപ്പിച്ച് നിന്ന് ജീവിച്ചു പോരുന്ന കാലത്ത് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടിറങ്ങിയ ആയത്താണിത്. നിങ്ങൾക്ക് പേടിക്കാൻ നേരമായിട്ടില്ലേന്ന്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പൂർത്തിയാകുന്നത് 23 കൊല്ലം കൊണ്ടാണ്. ഇസ്ലാം സ്വീകരിച്ച് 1 കൊല്ലം 23ാമത്തെ കൊല്ലം പറയല്ലേ ഇത്. ആയത്തിറങ്ങിയിട്ട് 4ാമത്തെ കൊല്ലമാണ് ചോദ്യം, അല്ലാഹുവിന്റെ ചോദ്യം. അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയപ്പെടാൻ നേരമായില്ലയോ? അല്ലാഹുവേ, പടച്ച തമ്പുരാൻ അവനെ ഭയപ്പെടുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതാണ് കിട്ടേണ്ടത്. അത് കിട്ടാതെ നമ്മൾ എന്ത് കിട്ടിയിട്ടും വല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയും കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. കോളേജിൽ പോകാത്ത എത്ര ഉസ്താദന്മാരുണ്ട്, എത്ര സാധാരണക്കാരുണ്ട്, നല്ല തഖ്വയിൽ ജീവിക്കുന്നവർ. ഡിഗ്രി കിട്ടലോ അതൊന്നല്ല വിഷയം, അതൊന്നല്ല വിഷയം. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ മക്കൾ ഹാഫിളാകണം, ആലിമാവണം, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നന്നാവണം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പറയും ചെയ്യും. മക്കൾ ഹാഫിളാകാൻ വേണ്ടി ദ്വാരക്കണം, ആലിമാണ് പറയേണ്ടത്. അതല്ല, എൻ്റെ മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ്. ഹാഫിളും ആലിമായിട്ട് നന്നാവത്തോല്ലേ? എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദ്വാരക്കണം, അങ്ങനെ നമ്മൾ പറയണം. നമ്മൾ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഒരു ഹാഫിളും ആലിമീങ്ങളൊക്കെ ആവട്ടെ, അതോടൊപ്പം അവർ സ്വാലിഹീങ്ങളാവണം, നല്ലവരാവണം, നല്ല മക്കളാവണം. അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ, അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതേപോലെ ഹിഫ്ദ് പഠിച്ചില്ലെങ്കിലും, ഇൽമു അറബി കോളേജ് പോയിട്ടില്ലെങ്കിൽ, ദർസ് പോയിട്ടില്ലെങ്കിലും അല്ലാഹ് സ്വാലിഹാക്കാൻ വിചാരിച്ചാൽ അത് മതി അല്ലേ? മഹാനായ ഡോക്ടർ യുവാഫട്ടി ഹാജി CH ഉസ്താദിന്റെ കൂടെ അത്രയും കാലം ദാർഹുദയെ പോറ്റി വളർത്തിയ, ദാർഹുദയുടെ ചോരയും നീരും എന്ന് പറയാവുന്ന ആ മഹാന്റെ അധ്വാനമാണത്. ഒരു പണ്ഡിതനായിട്ടല്ലല്ലോ. എന്താണ് തഖ്വയും ആ ഒരു സാധാരണക്കാരൊരു വലിയുണ്ടെങ്കിൽ അത് വാപ്പുട്ടി ഹാജിയാണ് എന്നാണ് അന്നത്തെ മഹാന്മാരൊക്കെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. സത്യവിശ്വാസികൾക്ക് പേടിക്കാൻ നേരമായില്ലയോ? അലം യഅനി, ഇനിയും നേരമായിട്ടില്ലേ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ ആയത്താണിത്. കൊള്ളസംഘത്തിന്റെ നേതാവായി നടക്കുമ്പോഴായി ആയത്ത് കേൾക്കുന്നത്, ആരോ ഓതുന്നത്. അപ്പം നിർത്തിയതാണ് ആ പരിപാടി. ഞാനിത് ചെയ്യൂല, നേരായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ പേടിക്കാൻ നേരമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, വിശുദ്ധ ഖുർആനും കേട്ടുകൊണ്ട് പേടിക്കാൻ നേരമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വേദം നൽകപ്പെട്ടവരെ പോലെ ആയി പോകരുത്. ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ നന്നാവാൻ, കുറച്ച് കഴിയട്ടെ, റമളാനിന് കഴിയട്ടെ, ഇനി ഹജ്ജ് ചെയ്താൽ പിന്നെ ഞാൻ നല്ല കുട്ടിയാവും, അങ്ങനെയൊന്നും പറയണ്ട. നാളെ ഉണ്ടോ? ഇന്ന് വൈകുന്നേരം അസ്തമിക്കുമ്പോ നമ്മൾ മരിക്കുമോ അറിയില്ല. അതല്ലേ നമ്മുടെ ലോകം. പിന്നെണ്ട ഹജ്ജ് ചെയ്തിട്ട് വരുന്നു, ഇവിടുന്ന് വീട്ടിൽ എത്തുന്നല്ലേ ഉറപ്പുണ്ടോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരാ നമ്മൾ. പക്ഷെ നമ്മൾ മറക്കുകയാണ്. ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്, പക്ഷെ മറക്കുകയാണ്. നമ്മൾ വെറുതെ അങ്ങ് വിചാരിക്കും ഒപ്പല്ലോലൊക്കെ 80 കഴിഞ്ഞവരുണ്ടല്ലോ, 80ഒക്കെ എന്തായാലും ഞാനും എത്തും. സുബ്ഹാനല്ലാഹ്. നമ്മൾ കണക്കൂട്ടി വെച്ചതാണ്. നമുക്കത്ര അല്ല കണക്കാക്കിയോ വല്ലതും അറിഞ്ഞോ? നമ്മള് ഇല്ല, അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യം വരുന്നുണ്ട്, വേഗം റെഡിയായിക്കോളും. അല്ലാഹുവേ, ശഅബാൻ അടുത്ത് നിൽക്കുന്ന, ശഅബാൻ വിട പറയാൻ പോയി. റമളാൻ വരാനിരിക്കുന്ന ഈ വളരെ തൊട്ടടുത്ത ദിനങ്ങളിൽ റമളാനിനെ സ്വീകരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, ഈ നിമിഷം നീ ഞങ്ങളെ നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബുകളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. അതിനുള്ളിൽ നിന്നോടുള്ള സ്നേഹവും അതേസമയം നിന്നോടുള്ള ഭയവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഖൽബ് വേണ്ടേ? മഹാന്മാർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്, അല്ലാഹുവിനെ പേടിച്ചവരാണ്. അല്ലാമ ഇബ്നു കസീർ തങ്ങള് ബിദായ വൻ നിഹായയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ലോക പ്രശസ്തനായ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദ് പോലെ എന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി,
മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാൻ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ മുൻഗാമി നൂറുദ്ദീൻ മഹ്മൂദ് സംഗി അവർകൾ തഹജ്ജുദ് നിസ്കാരം ഉണ്ടായിരുന്നവര്, നല്ല ഈമാൻ ഉണ്ടായിരുന്ന, തഖ്വയുണ്ടായിരുന്ന ആള്. പക്ഷേ അന്നൊരിക്കെ രാജാവാണ്, ഭരണാധികാരിയാണ്, ഖലീഫയാണ്. അപ്പോ ഷാമിൽ അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിന്റെ ഒരു പ്രൊസഷൻ നടക്കുകയാണ്, അധികാര വിളംബരത്തിന്റെ ഒരു ജാഥ. ആ ജാഥയിൽ രഥമുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പലതരത്തിലുള്ള വാദ്യമേളങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഒരു രാജാവിന്റെ കരുത്ത് കാണിക്കുന്ന ഒരു പ്രൊസഷൻ നടക്കുമ്പോ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. പക്ഷെ ചില നേരങ്ങളിൽ അശ്രദ്ധ വരുമല്ലോ. ആ ഒരു ജാഥയിൽ അദ്ദേഹം നേതാവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അല്ലാമ ഇബ്നുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആ വഴിക്ക് വന്നത്. പോകുന്ന ജാഥയിൽ മഹാനായ നൂറുദ്ദീൻ സംഗിയെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, നൂറുദ്ദീൻ, അവിടെ നിൽക്കൊരു കാര്യം പറയാനുണ്ട്. 3 വരി പാട്ടാ പാടി കൊടുത്തത്. അത് കേട്ടതിന് ശേഷം ആ രഥത്തിൽ നിന്ന് തലകറങ്ങി താഴെ വീണിട്ടുണ്ട് മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി തങ്ങൾ. സംഭവം അല്ലാമ ഇബ്നു കതീർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ബിദായ വന്നിഹായയിൽ. ഇതാണ് പറഞ്ഞത്, മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ فاحذر بأن تأتي وما لك نور حرمت كاسات المدام تعففا وعليك كاسات الحرام تدور. നൂറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വെളിച്ചം എന്നല്ലേ? ദീനിന്റെ വെളിച്ചം. രാജാക്കന്മാരാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പാടുണ്ട്. ഈ ഭയമുള്ളവർക്ക് പെട്ടെന്ന് അവരെ തിരുത്താൻ കഴിയും. നമ്മൾക്ക് തെറ്റ് ചെയ്യാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. നമ്മളെ മലക്കുകളല്ല, തെറ്റ് ചെയ്യും. ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരങ്ങൾക്ക് പകരം അല്ലാഹു കൊണ്ടുവരും. അവരല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും, എന്നിട്ട് അല്ലാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല അത്. നമ്മളിൽ സ്വാഭാവികമായും തെറ്റ് സംഭവിക്കുമെന്നാണ്. പക്ഷെ ആ തെറ്റുകളെ വളരെ പെട്ടെന്ന് തിരുത്താൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഭയപ്പാടുള്ളവർക്കാണ്. പടച്ചതമ്പുരാനെ ഭയപ്പെടേണ്ടവരാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽ റബ്ബിന്റെ ഇസ്മുകളുടെ ചില അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും. മഹാനായ അല്ലാമ ഇബ്നുൽ വാസിത്തി, മസ്സിൽ ലിനഫ്സിക അയ്യുഹൽ മഗ്റൂറു യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. നൂറുദ്ദീനെ, ഈ ആയിരക്കണക്കിന് പരിവാരങ്ങളുടെ കൂടെ രഥമേളമായി ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ കാലാൾ പടയും അവരുടെ പെർഫോമൻസും കണ്ട് അഹങ്കാരിയായി നടക്കുന്നവനെ, മഗ്റൂറായവനെ, നൂറുദ്ദീൻ സംഗിയെ, യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു, ആകാശഗോളങ്ങൾ പോലും പേടിച്ച് വിറക്കുന്ന ഒരു നേരത്ത് നാളെ പരലോകത്ത് നിങ്ങൾ എങ്ങനെയാണ് വരികയെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? നല്ല മനുഷ്യനാണ്, പക്ഷെ കുറച്ച് ആ ഒരു പരിപാടിക്ക് ഇരുന്നതാ. അല്ലാമ ഇബ്നുൽ വാസിത്തി മുഖം നോക്കാതെ കാര്യം പറഞ്ഞു. ഇൻ ഖീല നൂറുദ്ദീൻ ജാഅ മുസല്ലിമൻ فاحذر بأن تأتي وما لك نور. നൂറുദ്ദീൻ സംഗി, നിങ്ങൾ ദീനിന്റെ പ്രകാശമാണെന്നാണ് പേരിന്റെ അർത്ഥം. നൂറുദ്ദീൻ, ദീനിന്റെ പ്രകാശമെന്ന്. ആ പ്രകാശമുണ്ടാവേണ്ട ആള് നാളെ പരലോകത്തേക്ക് ഈ കോലത്തിലാണ് വരുന്നതെങ്കിൽ ഫഹദർ ലിനഫ്സിക ഫഹദർ ബിഅൻ തഅതി വമാ ലക നൂറു, നാളെ നിങ്ങൾക്ക് പ്രകാശം ഒട്ടുമുണ്ടാകില്ല. ഒരു പ്രകാശവുമില്ലാതെയാണാവോ നിങ്ങൾ വരാൻ പോകുന്നത്. ഹറംത കാസാത്തിൽ മദാമി തഅഫുഫൻ വഅലൈക കാസാത്തുൽ ഹറാമി തദൂറു. നാട്ടിൽ മദ്യം നിരോധിക്കുകയും മദ്യപാനം നിരോധിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്ത നിങ്ങളുടെ ഈ വാദ്യമേളങ്ങളിൽ മദ്യം വിളമ്പുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ ഒരൊറ്റ 3 വരി പാട്ട് കേട്ടിട്ട്, കവിതകൾ കേട്ടിട്ട് അല്ലാമ ഇബ്നുൽ വാസിത്തിയുടെ വചനങ്ങൾ കേട്ട് തലകറങ്ങി താഴെ വീണു പോയിട്ടുണ്ട്. ആ ജാഥ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി തങ്ങൾക്ക് അദ്ദേഹമാണ് ബൈത്തുൽ മുഖദ്ദസ് എങ്ങാനും അള്ളാഹു മോചിപ്പിക്കുകയാണെങ്കിൽ എന്റെ
എന്റെ മിമ്പറിലാണ് ആദ്യത്തെ ജുമുഅ ഖുതുബ നടക്കേണ്ടത് എന്ന് പറഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന്റെ 10 കൊല്ലം മുമ്പ് ഷാമിൽ ഒരു മിമ്പർ ഉണ്ടാക്കി വെച്ച മഹാനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ മുൻഗാമിയായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി. ഭരണാധികാരികൾ മുതലാളിമാർക്ക് അല്ലാഹുവിനെ പേടി വേണം, മിനിമം അത്രയെങ്കിലും നമുക്ക് ഇതിനോട് ചേർത്ത് വായിച്ചൂടെ? പാവപ്പെട്ടവര്, രോഗികളും അസുഖമുള്ളവരും അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. പള്ളി വിട്ടാൽ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും കുറച്ച് ഖുർആനൊക്കെ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്തു പോരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു എണീറ്റ് പോരാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ദുആ ചെയ്താൽ പിന്നെ ശരിയാവില്ല, അത് ബിദ്അത്താന്നുള്ള ആ കൂട്ടത്തിലേക്ക് പോവാണ്. എനിക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? فاحذر لنفسك فاحذر بأن تأتي وما لك نور. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം താമസിച്ച ചരിത്രമുണ്ട്. ബിത്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ മിനൽ ലയാലി. എൻ്റെ ഹബീബിന്റെ കൂടെ ഞാൻ ഒരു രാത്രി ഇരുന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാവർക്കും വെള്ളം ഉണ്ടല്ലേ കുടിക്കാൻ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒരു റിഫ്രഷിംഗ് ആണ്. നമ്മൾ കുറെ നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? വെള്ളം ഫ്രീ അല്ലേ? വിഷമൊന്നുമില്ലല്ലോ. ഒരു ബക്കറ്റ് വരുന്നുണ്ടായിരുന്നു, എല്ലാവരും കൊടുത്തോ? അത് ബാക്കി എന്തെങ്കിലും സ്വതക്ക ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടാവില്ലേ? കൊടുക്കണ്ടെന്ന് വിചാരിച്ചൊരു കൊടുക്കണ്ട, കൊടുക്കണം എന്ന നിയ്യത്തുള്ളവരുണ്ടാവില്ല. ഒരു കുട്ടീനെ ഏറ്റെടുക്കാനും പറ്റൂല, എന്നാലും എന്ത് 500 കൊടുത്തേക്കാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. സെൽഫിൽ എഴുതിയവരുണ്ട്. പിന്നെ ആ സംഖ്യ മുഴുവൻ കൊടുക്കാൻ പറ്റൂല, അതിലേക്ക് എന്തൊരു 1000 തരാം, ഒരു മാസം 500 തരാം പറ്റുന്നവരൊക്കെ അങ്ങനെ ഏറ്റെടുക്കണം. അവർ സ്വതക്ക ഒരു നല്ലതാണ്. സ്വതക്കയാണ്, പിരിവ് എന്ന് പറയരുത്. ഇതിനൊന്നും പിരിവ് വേണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടി നടത്താനൊക്കെ പിരിവ് കൊടുത്തോളി. ദീനിന്റെ ഒരു സദസ്സിൽ നടക്കുന്ന പിരിവ് എന്ന് പറയരുത്. അതെന്താണ്? സ്വതക്കയാണ്. അത് സ്വതക്ക, ദാനധർമ്മം ചെയ്യാനൊരു. നമുക്കിപ്പോൾ പള്ളിയിൽ പോയി കൊടുക്കാൻ നേരം കിട്ടിയില്ല എന്ന് വരും, സെക്രട്ടറിനെ കണ്ടില്ല എന്ന് വരും. എന്നാ പിന്നെ ഒരു എൽമിന്റെ സദസ്സാണ്, നല്ലൊരു ദാനധർമ്മം ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ വെള്ളം കുടിക്കാൻ ഇതൊരു വലിയ സൗകര്യമാണ്. അൽഹംദുലില്ലാഹ്. അതിനൊക്കെ സംഭാവന ചെയ്തവരുന്ന അള്ളാഹു ഇത് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ ചോദിക്കാൻ പോയി, നിങ്ങൾ ചൂടെടുക്കുന്നുണ്ടോ? അവിടെ ചൂടുണ്ടോ? കുഴപ്പമില്ലല്ലോ. ചൂടുക്കണ്ടേ? നമുക്ക് വേഗം പരിപാടി നിർത്തണേ. ചൂടുക്കണില്ല? ആയിക്കോട്ടെ. ഇനി പെണ്ണുങ്ങളെ ഭാഗത്ത് ചൂടുക്കണ്ടോന്ന് അറിയില്ലല്ലോ, എന്താ പോലത്തെ അവസ്ഥ എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. പലരും പല പരിപാടിയും മാറ്റിവെച്ച് ധൃതിപ്പെട്ട് തീർത്തിട്ടൊക്കെയാണ് ഓടി വരുന്നത്. പടച്ച തമ്പുരാൻ കബൂലാക്കട്ടെ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ താമസിച്ച ഒരു ദിവസത്തെ രാത്രിയിലെ ഒരു അനുഭവം പറയുന്നുണ്ട്. പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഫഖാമ യുസല്ലി മിനൽ ലൈൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഭക്തി സ്ഫുരിക്കുന്ന ഭയം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. റമളാനിലേക്ക് കടക്കാൻ, ആ ഒരു ഖൽബോട് കൂടെ കടക്കാൻ നമുക്ക് സഹായകമാവണം ഇന്നത്തെ ചർച്ച. അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ റിഖത്ത് നൽകട്ടെ. കരയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു മുഅ്മിന്റെ അടയാളമാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണ് നനയണം. പടച്ചതമ്പുരാനെ പറ്റി പറയുമ്പോൾ ഹൃദയം ലോലമാവണം. അതാണ് അസ്ഹാബുർ റഖായിഖ്. റിഖത്ത് വേണമെന്ന ഹൃദയത്തിന്. ഹൃദയം ലോലമാകുന്നവർക്ക് ഇത് പറ്റുള്ളൂ. അള്ളാഹു തെറ്റുകളെ കൊണ്ട് നമുക്ക് അള്ളാഹു തആല ഹിർമാൻ, അവന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു നമ്മെ ദൂരെയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും കണ്ണ് നനയില്ല, കരയാൻ പറ്റൂല. ഒരു തരം ഹിർമാനാണ്. ഹിർമാൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോവലാണെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫഖാമ യുസല്ലി മിനൽ ലൈൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നു. ഫസമിഅതുഹു യഖറഉ. നബി തങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട് നിസ്കാരത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി. സുമ്മ ബകാ. പിന്നെ നബി തങ്ങൾ കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി ഓതാൻ പറ്റുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി തങ്ങൾ നിസ്കരിക്കുകയാണ്. ഞാൻ കിടന്നുറങ്ങാൻ കിടന്നതാണ്. ഹബീബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. സുമ്മ ബകാ. വീണ്ടും കരഞ്ഞു നബി തങ്ങൾ. പിന്നെ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥമറിഞ്ഞ് ഓതുമ്പോഴാണ് അത് വരിക. അർത്ഥം അറിഞ്ഞിട്ടാണ് ഓതാണ്. നമുക്ക് ഫാത്തിഹന്റെ അർത്ഥമൊക്കെ എന്ന് വിചാരിച്ച അർത്ഥം പഠിക്കാനൊക്കെ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഫാത്തിഹ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടണില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. അത് അർത്ഥം അറിഞ്ഞ് എന്തായി പറയണത് നമ്മൾ ആലോചിച്ച് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. അത് കരുണയായ കരുണ
എല്ലാ ജീവജാലങ്ങൾക്കും മീതെയും സബഖത്തു റഹ്മതി ഗളബി, എന്റെ കരുണയാണ് എന്റെ കോപത്തേക്കാൾ മുൻകടന്നത്, എന്റെ കോപത്തേക്കാളും എന്റെ കരുണയാണ് മുന്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞ റഹ്മാനും റഹീമുമായ റബ്ബേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. തുമ്മ ബകാ, ഹബീബിന് അടുത്ത ആയത്ത് ഓതാൻ പറ്റാതെ നബി തങ്ങൾ കരഞ്ഞു. തുമ്മ ആദ, ആ തേങ്ങലുകൾ ഞാൻ അറിയുന്നുണ്ട്. വീണ്ടും നബി തങ്ങൾ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ നബി തങ്ങൾ 3 തവണയല്ല അതിലേറെ തവണ നബി തങ്ങൾ കരഞ്ഞു. 3 തവണ കരഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ആ സുന്നത്ത് നിസ്കാരത്തിൽ വഹുവ ഫീ സ്വലാത്തിൻ നാഫില, സുന്നത്ത് നിസ്കാരത്തിലായി ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വായിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈലുൽ ലിമൻ ലം തുദ്രികുഹു റഹ്മത്തുല്ലാഹ്, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ കരുണ എനിക്ക് ലഭിക്കുമോ? ആ കരുണ എനിക്ക് ലഭിക്കുമോ? വൈലുൽ ലിമൻ ലം തുദ്രികുഹു റഹ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ പോകുന്ന ആളുകൾക്ക് നാശം തന്നെ. പടച്ചതമ്പുരാന്റെ കാരുണ്യം കിട്ടാതെ പോകുന്നവർക്ക് നരക ശിക്ഷയാണ്, വൈലാണ്, അവർക്ക് നാശമാണ്, വൈലാണ്. അല്ലാഹുവിന്റെ നാശമല്ലേ പിന്നെ അവർക്കുണ്ടാവുക. വൈലുൽ ലിമൻ ലം തുദ്രികുഹു റഹ്മത്തുല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റബ്ബിന്റെ റഹ്മത്തിന്റെ വചനമോർത്തുകൊണ്ട്, ആ വചനത്തിന്റെ അർത്ഥമോർത്ത് ഹബീബായ നബി തങ്ങൾ രാത്രിയിലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇങ്ങനെ അനുഭവമുണ്ടായത് എനിക്കറിയാമെന്ന് ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ ഗിഫാരി തങ്ങള് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിസ്കാരത്തിലും നിസ്കാരമല്ലാത്തിടത്തുമുണ്ട്. റമളാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ സാക്ഷ്യമായ മാസമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ വചനങ്ങൾ ഓർത്ത് കരയുമായിരുന്നു. വല്ലാത്ത കരച്ചിൽ, ചിന്തന്നില്ലാത്ത കരച്ചിൽ. ഹബീബായ തങ്ങളെ മദീനയുടെ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു ഉമ്മ ഓതുന്ന ഓത്താണ് കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. പരലോകത്തെക്കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഭാഗങ്ങളാണത്. മുത്തുനബി തങ്ങൾ രാത്രിയായ നേരത്ത് മദീനയുടെ ഊടുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ഉമ്മ ആ രാത്രി നേരത്ത് ഓതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയേ, അങ്ങേക്ക് പരലോകത്തിന്റെ ഭീകരമായ വൃത്താന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് അറിഞ്ഞോ? എന്താണ് ഖിയാമത്ത് നാളെന്ന് അങ്ങക്ക് ബോധ്യമായോ നബിയേ എന്ന് അല്ലാഹു ഹബീബിനോടും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ചിട്ട്, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് ആ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കാതെ പോയി നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരാമർശമാണ് അവിടം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയെ, നിങ്ങൾ അറിഞ്ഞോ എന്താണ് പരലോകം എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന പോലെ ഖാല ബലാ ഖദ് അതാനി നഅം ഖദ് അതാനി നഅം ഖദ് അതാനി എന്ന് ഹബീബായ നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതേ ഉമ്മ, എനിക്കത് വന്നിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹു എന്നോട് പറഞ്ഞു തന്നു. ഖിയാമത്ത് എന്താണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ആ വാക്യങ്ങൾക്ക് നബി തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഅം ഖദ് അതാനി നഅം ഖദ് അതാനി. മുഅ്മിനീങ്ങളെ, ഈ റമളാനിലെങ്കിലും കുറച്ചെങ്കിലും ഖുർആനിന്റെ ആശയങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് ആശയത്തിന്റെ കൂടെ വ്യാഖ്യാനം ഫതഹുർ റഹ്മാൻ നമ്മുടെ ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദിന്റെ KV മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് അവറുകളുടെയൊക്കെ വളരെ മനോഹരമായ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന തഫ്സീറുണ്ട് മലയാളത്തിൽ തന്നെ. ഫതഹുർ റഹ്മാൻ ഒരു കോപ്പിയൊക്കെ വായിച്ച്, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും, നമ്മുടെ ഇസ്ലാം ഓൺ വെബിൽ ഉണ്ട് അല്ലേ, islamOnWeb.net ഓൺലൈനിൽ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഒന്ന് തഫ്സീർ വായിക്കുക, പരിഭാഷ മാത്രം വായിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടൂല.
തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം കൂടെ കിട്ടണം. വെറും പരിഭാഷ വെച്ചാൽ ഇത്രേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പരിഭാഷയ്ക്ക്. അതിന്റെ ആശയം ശരിക്കും പിടുത്തം കിട്ടൂല. അള്ളാഹു ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ തോന്നരുത്. ഖുർആനിന്റെ അതിൻ്റെതായ ഹക്കുണ്ട്, അതിൻ്റെതായ ഒരു ബഹുമാനവും ആദരവും വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഖൽബ് പേടിക്കണം. ഖുർആൻ ഓതുമ്പോൾ ഒരു കരച്ചിൽ പോലെ വരണം, ഒരു വേദന പോലെ ഓതണം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കരച്ചിൽ വരുന്നില്ലേ, ഒന്ന് കരച്ചിൽ ഉണ്ടാക്കണം എന്ന് പോലും ഹദീസിലുണ്ട്. പരിശുദ്ധ നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു. നമ്മുടെ പഴമക്കാരൊക്കെ അങ്ങനെയല്ലേ ഓതുക. അത് വല്ലാണ്ട് കാണാൻ കേൾക്കാൻ ചുരുക്കുള്ള ഓത്തൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിലൊരു ഭക്തിയുണ്ട് അല്ലേ, അതിലൊരു എന്തെന്നില്ലാത്തൊരു തഖ്വ സ്ഫുരിക്കാറുണ്ട്. അങ്ങനെയാണ് ഓതേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് അവന്റെ കലാമാണ്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുകയാണ്, നമുക്ക് നിസ്കരിച്ചാൽ മതി. അള്ളാഹിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ എടുത്ത് ഓതിയാൽ മതി. എന്തൊരു റാഹത്താണ്. നമ്മുടെ സൃഷ്ടാവിനോട് അങ്ങോട്ടും പറയാം, സൃഷ്ടാവിന് പറയാനുള്ളത് ഇങ്ങോട്ട് കേൾക്കാനും പറ്റും. അള്ളാഹു ഇങ്ങോട്ട് പറയാണ് ഖുർആൻ, അങ്ങോട്ട് അള്ളാഹിനോട് പറയാനുണ്ട്. തക്ബീർ ചൊല്ലി ഖിബിലക്ക് മുന്നിട്ട് വുളു എടുത്ത് നിസ്കരിക്കുക. നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുക. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. റെസിപ്രോക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം നമ്മുടെ സൃഷ്ടാവുമായി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അള്ളാഹു അങ്ങനെ ഒരു ആത്മീക ബന്ധം, ഒരു ഈമാനിന്റെയും ഇൽമിന്റെയും തഖ്വയുടെയും ഒരു നൂറ്, ഒരു ഇഹ്സാസ് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബിഇജ്മാഇൽ ഉലമാ സയ്യിദുസ് സാഹിദീൻ. ഭൗതികമായ സൗകര്യങ്ങൾ ഒരുപാട് കിട്ടിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഒരു മഹാനായ നേതാവ് 2.5 വർഷമാണ് ഭരണം നടത്തിയത്, ഖിലാഫത്ത് നടത്തിയത്. സാഹിദീങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത്തതുഹു ദുനിയ വഹിയ റാഗിമ. ദുനിയാവ് ഒരുപാട് ഉണ്ടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ മഹാനവറുകൾ ഹിജ്റയുടെ 100-ാം വർഷത്തെ ആദ്യ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അധികാരം ഏറ്റെടുത്തവർക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി വന്നു. ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ സ്വീകരണം ഉണ്ടാവും അല്ലേ? ഭയങ്കരമായ സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കൂട്ടം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കാണാൻ വരുന്നു. ബഅദൂഹു അന്നി ഫമാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ. നിങ്ങൾ എന്തിനാണ് എല്ലാവരും എന്റെ കൂടെ ഒരുമിച്ച് കൂടുന്നത്? നമുക്ക് പോയിക്കോളൂ, നിങ്ങളുടെ ഖലീഫയാണ് ഞാൻ. ശരി, ഇതെന്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇത്, 20 രാജ്യങ്ങളുടെ ഖലീഫയാണ്. എത്ര? 20 രാജ്യങ്ങൾ, സ്റ്റേറ്റ് അല്ല. ചൈന മുതൽ ഫ്രാൻസ് വരെ, സ്പെയിൻ വരെ നീണ്ടു നിൽക്കുന്ന, ഈസ്റ്റിലും വെസ്റ്റിലും വിസ്തൃതി കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ ഖലീഫ. ഇത് പറയാ, സ്വീകരണമൊന്നും വേണ്ട, അങ്ങ് പോയിക്കോളി എന്ന് പറഞ്ഞു. എന്തിന്? ഞാനൊരു മുസ്ലിമായ ഒരു മനുഷ്യൻ, അത്രയല്ലേ ഉള്ളൂ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ മുസ്ലിമീങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ഖബർസ്ഥാന്റെ അരികത്തുകൂടെ നടക്കുന്നു. നമ്മുടെ പള്ളികൾക്കൊക്കെ ചുറ്റും ഖബർസ്ഥാൻ ഉള്ളത് കൊണ്ട് വലിയൊരു സൗകര്യമാണ്. ഒന്നുമില്ല, എന്റെ ഉമ്മിപ്പിലേക്ക് കിടക്കണത് എത്ര കാലം റൂമിൽ ഒറ്റക്കൊരു ബെഡിൽ കിടന്നവരാ, തൊട്ടടുത്ത സ്ഥലങ്ങളിൽ അല്ലെ 2-3 ഇഞ്ച് ഗ്യാപ്പിലായി കിടക്കണത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് നമുക്കൊക്കെ ഒന്ന് ആലോചിക്കാനും, നമ്മൾ നാളെ മരിച്ചു കിടക്കുമ്പോഴും നിനക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് ഓർക്കാനും അതൊക്കെ ഒരു ആവശ്യമില്ലേ? കണ്ട് നമുക്കതിന്റെ ഇമ്പം കെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ഈ സ്ഥിരം മയ്യത്ത് മറവ് ചെയ്യുന്നവരും മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കും ചിലർ കുലുക്കല്ലാതെ പോകുന്നൊരു അപകടം വരാണ്ട്. അത് വലിയൊരു അപകടമാണ്. എനിക്ക് പ്രശ്നമെല്ലാം തോന്നിപ്പോവും. കണ്ടിട്ടുണ്ടല്ലോ ഒരു മടുപ്പ് വരിക, അല്ലെങ്കിൽ കണ്ട് ഇമ്പം കിടുക എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോവരുത്. ഹറമിനെ സംബന്ധിച്ച് പോലും അങ്ങനെ എന്താ പറയാ, ഹജ്ജ് ഉംറ കഴിഞ്ഞാൽ വല്ലാണ്ട് അവിടെ അങ്ങനെ കേഫ്സിൽ നിന്ന് നടക്കണ്ട, അൽബേക്ക് നിന്നിട്ട് വേഗം നാട്ടിലേക്ക് പോരി. കുറേ നിന്നാൽ അതിന്റെ ഒരു ഇമ്പം കെട്ടുപോകും. കഅബയെ കാണുമ്പോഴുള്ള വല്ലാത്തൊരു ഇഷ്ടവും കഅബയോടുള്ളൊരു ബഹുമാനവും തവാഫ് ചെയ്യാനും സഅയ് ചെയ്യാനും സംസം കുടിക്കാനൊക്കെ ഒരു ആവേശമൊക്കെ ഉണ്ടല്ലോ. ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ സമയം അവിടെ നിന്നാൽ ഒരു ഇമ്പം കെടും. അങ്ങനത്തെ ഒരു വേഗം നാട് ഇവിടെ നിന്ന ഹജ്ജ് ഉംറ കഴിഞ്ഞ വേഗം വിട്ടോ നാട്ടിലേക്ക്, പിന്നെ അവിടെ കെട്ടി നിൽക്കണ്ട. എന്നാലും പിന്നെ പാക്കേജിൽ ഉണ്ടല്ലോ 30 ദിവസം കൂടെ, ടിക്കറ്റ് എടുത്ത് പോരി. നല്ലതാണ്. ഒരു വിഷയത്തോടുള്ള ഇമ്പം കെട്ടുപോകരുത്. സ്ഥിരം മയ്യത്ത് കുളിപ്പിക്കും, മറവൊക്കെ ചെയ്യും, ഖബർ ഒഴിക്കുന്നവർക്കൊക്കെ കൂളായിട്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല. ആരെയും പറയുന്നത്, ഈ ചെയ്യുന്ന ആളിന്റെ അവസ്ഥ എന്താണ്, നമ്മളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ?
സ്ഥിരം ഖബർസ്ഥാൻ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ചിന്ത വരാണ്ട പോകരുത്. അല്ലാഹുവേ പടച്ചതമ്പുരാൻ, അതൊക്കെ ഒരു ഇബറത്താണ്. ഏറ്റവും വലിയ വഅലാണ് ഖബർസ്ഥാനിൽ നടക്കുന്ന വഅൽ എന്ന്. ഏറ്റവും ഫലപ്രദമായ വഅലാണ്. പക്ഷെ ഒച്ച ഉണ്ടാവില്ല എന്ന് മാത്രം. മൈക്കില്ലാത്ത വഅൽ അവിടെ നടക്കുന്നത്. എല്ലാ ഖബറുകളിൽ നിന്നും ഖബർസ്ഥാനുകളൊക്കെ വഅൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളോട്. യാ അല്ലാഹ്, അല്ലാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. നമ്മളും അങ്ങോട്ട് എത്തിയാൽ അല്ലാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യട്ടെ. ഖബറിനെ അല്ലാഹു നമുക്ക് വിശാലമാക്കി തരട്ടെ. അതൊരു സ്വർഗീയ വീടാക്കി അല്ലാഹു നമുക്ക് നമ്മുടെ മരിച്ചുപോയ മുഴുവൻ നമ്മുടെ ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹമുണ്ടായിരുന്നവര്, നമ്മുടെ കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും അല്ലാഹു അത് സ്വർഗമാക്കി കൊടുക്കട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. സത്യവിശ്വാസികൾ ഇരിക്കുന്ന താമസിക്കുന്ന വീടേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അല്ലാഹ് കം ഫീ ഹാദിഹിൽ ഖുബൂരി മിൻ ഖദ്ദിൻ അസീലിൻ വതർഫിൻ കഹീൽ. പടച്ചവനെ, സുറുമ എഴുതിയ കണ്ണുപോലെയുള്ള മനോഹരമായ കണ്ണുകളുള്ള എത്ര ആളുകൾ ഈ ഖബറുകളിൽ കിടക്കുന്നുണ്ട്. വഖദ്ദിൻ അസീൽ, മനോഹരമായ കവിളുകളുള്ള എത്ര പേർ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവരോടൊക്കെ തന്റെ കൂട്ടുകാരായ ആളുകളോട്, മന്ത്രിമാരോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് നോക്കൂ ഇവിടെ അവർ കിടക്കുന്ന കിടത്തം നോക്കൂ. നോക്കുമ്പോൾ നമ്മൾ തിന്നുന്ന പോലെ എത്ര ആളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്, എത്ര ആളുടെ കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിച്ചവരാണ്, എത്ര നല്ല വീടുകളിൽ താമസിച്ചവരാണ്. ഇതൊന്നും ഇപ്പൊ അറിയുന്നില്ലല്ലോ. എല്ലാരും ഒരുമിച്ചിതാ ശാന്തമായി കിടക്കുന്നു. യാ മൗതു, ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ട് ഇത് അധികാരം ഏറ്റെടുത്ത ആദ്യത്തെ ദിവസത്തെ സംഭവമാണ്. ഖലീഫയായി നിയമിക്കപ്പെട്ട അന്ന് തന്റെ മുൻഗാമികളായ ആളുകൾ, അമവി ഭരണാധികാരികൾ, അക്രമികളായി ജീവിച്ചവരെ, അബ്ദുൽ മലിക് ഇബ്നു മർവാനെ പോലെ ഒരുപാട് ദുൽമ ചെയ്തവരെ, എന്നാൽ അതൊന്നുമില്ലാതെ ഇസ്ലാമിക ലോകത്തിന് ഐക്യത്തിന്റെ ഒരു രണ്ടാം പാഠം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ശേഷം ഉമ്മത്തിന് കൈമാറിയ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അധികാരം ഏറ്റെടുത്തു വരാൻ. ഒരൽപ്പം ജീവിതത്തിൽ ജീവിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് അള്ളാനെ പേടിക്കണ്ടെന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ അതിലും വലിയ ആൾക്കാരാണ് നമ്മൾ ഈ പറയുന്ന ആളുകളൊക്കെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. യാ മൗതു, മരണമേ, മാദാ ഫഅൽത ബിൽ അഹ്ബാബ്, മരണമേ നീ എന്താണ് സ്നേഹിതന്മാരോടും സ്നേഹിതകളോടും കാട്ടിവെച്ചത്. യാ മൗതു, മരണമേ, മാദാ ഫഅൽത ബിൽ അസ്ഹാബ്, മരണമേ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ നീ എന്താണ് ചെയ്തു വെച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി കൊടുക്കുന്നു, അതദറൂന മാദാ യഖൂലുൽ മൗത്ത്, മരണം എന്താണ് മറുപടി പറഞ്ഞതെന്നറിയുമോ? കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ലാ, ഞങ്ങൾക്കറിയില്ല. മഹാനവറുകൾ മരണം മറുപടി പറയുന്ന പോലെ മറുപടി പറഞ്ഞു, ദറഫത് ബിൽ ഐനൈൻ, ذرفت بالعينين وأكلت الحدقتين وفصلت الكفين عن الساعدين والساعدين عن العضدين والعضدين عن الكتفين. ആ മനോഹരമായ കണ്ണുകളെ ഞാൻ ചൂഴ്ന്നെടുത്തു. ആ കൺകുഴികളിൽ ഞാൻ ചീഞ്ചലമായി ഊറി വന്നു. ആ വിരലുകളെ ഞാൻ കൈപ്പത്തിയിൽ നിന്ന് വേർപെടുത്തി. കണങ്കയ്യിനെ മേൽക്കൈയിനെ തോളിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളെ ഞാൻ വേർപെടുത്തി. മാംസമെല്ലാം അളിഞ്ഞ് അഴുകിപ്പോയി. ഞാൻ ചെയ്തു വെച്ചത് ഇതാണ് എന്ന് മഹാൻ മറുപടി പറയുകയും, ഇത് പറഞ്ഞൊരു കരച്ചിലാണ്. എന്നിട്ട് അവിടെ ബോധം കെട്ടു വീണു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരൻ 36-40 വയസ്സിന്റെ താഴെ പ്രായമുള്ളൂ. സംഭവമൊക്കെ നടക്കുമ്പോൾ ഈ മഹാനവറുകളാണ് മരണപ്പെടുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അസ്ഹാബ് സിയറി വത്തറാജിം, മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവചരിത്രങ്ങൾ, തർജ്ജമകൾ, ബയോഗ്രഫി പറയുന്ന ആലിമീങ്ങൾ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കടലാസിന്റെ കഷ്ണം അങ്ങനെ നിസ്കരിക്കുന്നവരുടെ ഇടയിൽ വന്ന് വീണത്. ഒരു നല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു തോൽ കഷ്ണം. എന്താണെന്നറിയോ? ഹാദാ ഫിദാഉൻ ലക മിനൻ നാർ,
ഹാദാ ഫിദാഉൻ വബറാഅത്തുൻ ലിഉമർ ഇബ്നു അബ്ദുൽ അസീസ് മിനൻ നാർ. മയ്യത്ത് വെച്ച് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ അപൂർവം നടന്ന സംഭവമാണ്. മയ്യത്ത് വെച്ചിട്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഒരു എവിടെന്നോ പാറി വരുന്നു. എടുത്തു നോക്കുമ്പോ ഇതേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നരകത്തിൽ പോകില്ല എന്ന് അല്ലാഹു നൽകുന്ന ഉറപ്പാണ്. ആ കടലാസം വെച്ചിട്ടാണ്, ആ ഒരു തോൽ കഷ്ണവും കൂടെ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതൊക്കെ ഒരു ജീവിതമാണ്. ദുനിയാവിലും മുതലാളി, ആഖിറത്തിലും മുതലാളി അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുറേ നിസ്കാരം കൊണ്ടും അമല് കൊണ്ടും സാധ്യമല്ല. ഖൽബ് ശുദ്ധിയായാൽ അത് എളുപ്പമാണെന്ന്. മാ സബഖക്കും അബൂബക്കറിൻ ബികതീരി സ്വലാത്തിൻ വലാ സുയാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സ്വഹാബിനോട്, കൂട്ടുകാരോട്, ശിഷ്യന്മാരോട് പറയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാബിഖുൽ ഉമ്മയാൻ, സാബിഖൂന സാബിഖൂൻ, സാബിഖുസ് സാബിഖീൻ, സ്വർഗ്ഗത്തിലേക്ക് സാബിഖീങ്ങളായി പോകുന്നവരുടെ സാബിഖാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നിങ്ങളെപ്പോലെ ഒരുപാട് സുന്നത്ത് നോമ്പും ഒരുപാട് സുന്നത്ത് ഉണ്ടായതുകൊണ്ടല്ല, വലാകിൻ ബിശൈഇൻ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു നന്മയാണ് സിദ്ദീഖ് എന്നവർ അങ്ങനെ മുമ്പിലെത്താൻ കാരണം എന്ന് സ്വഹാബിമാർ മൊത്തത്തിൽ പറയാറുണ്ട്. അപ്പൊ നമുക്കും സാധ്യമാണ്. ഒന്ന് പരിശ്രമിച്ചു നോക്കിയാൽ മതി. ഖൽബ് ശുദ്ധിയാവുക. ഈ അസൂയയും പകയും കണ്ടുകൂടായ്മയും പകപോക്കലും കണ്ടുകൂടായ്മയും ദേഷ്യവും ഇതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ അവാമിറുകളും നവാഹിയും കൃത്യമായി വാജിബാത്തുകളെ ചെയ്യുകയും അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ ഒഴിവാക്കുകയും ചെയ്ത് ഒരു മിനിമം അമല് കൊണ്ടും ഹൃദയം ശുദ്ധിയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരുപാട് അമലുണ്ട്. സ്വന്തം അയൽവാസികളായ പെണ്ണുങ്ങളെ ചീത്ത പറയുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിനെ പറ്റി നബി തങ്ങളുടെ ഉടനെ വന്ന മറുപടി, ഹിയ ഫിന്നാർ, ഓള് നരകത്തിലാണ്. വായിന്ന് ദിക്ർ നിൽക്കാത്ത പെണ്ണുങ്ങളുണ്ടാവും. എപ്പോഴും സ്വലാത്തും ദിക്റും ഇതൊക്കെ തന്നെ പരിപാടി. പക്ഷേ ഒരു മനുഷ്യനോട് സംസാരിക്കുകയാണെങ്കിൽ മോശമായതേ പറയുള്ളൂ. അങ്ങനത്തെ ആണും പെണ്ണും നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? ഹൃദയം ശുദ്ധമാവാതെ കുറെ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഈ അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി, അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി, മനുഷ്യന്മാരെ കർമ്മങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കാൻ വന്ന പരിശുദ്ധമായ റമളാൻ ഇതാ വന്നിരിക്കുന്നു. ലിതതുഹീരിൻ നുഫൂസി, മനുഷ്യ ശരീരങ്ങളെ ശുദ്ധിയാക്കി തരാൻ, ഖൽബിനെ ശുദ്ധിയാക്കാനാണ് ഈ വന്നിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ തബാറക വതആല ഇദാ ഖാമൽ അബ്ദു വഖഫ തുജാഹഹു ഫിസ്സലാഹ്. നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് അല്ലാഹു അക്ബർ എന്ന് ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്നാൽ അല്ലാഹു നമ്മിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഫഇദൻ സറഫ ബിഖൽബിഹി, അവന്റെ ഖൽബ് കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പോയാൽ ഇൻസറഫ അല്ലാഹു അൻഹു, അല്ലാഹു നമ്മിൽ നിന്ന് ദൂരെയാകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നിസ്കാരത്തിലൊക്കെ അള്ളാഹുവിന്റെ തിരുനോട്ടം എത്ര നേരം ഉണ്ടായത് നമുക്കറിയാൻ പറ്റും. നിസ്കാരം സ്വീകരിക്കും, പക്ഷെ അതിന് കൂലി ഉണ്ടാവില്ല. അതാ പ്രശ്നം. നമ്മൾ നിസ്കരിച്ചു, ഷർത്തും ഫർദൊക്കെ ക്ലിയർ ആണ്, മുബത്തിലാത്തു സ്വലാത്തൊന്നും ചെയ്തിട്ടില്ല. നിസ്കാരം ഇനി മടക്കി നിസ്കരിക്കണോ? ഒന്നും വേണ്ട. അതിന് കൂലി കിട്ടുമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അള്ളാഹുവിന്റെ ഫദ്ല് റഹ്മത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ എത്രയാണോ നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടായിട്ടുണ്ട്, അത്രയാ നിസ്കാരത്തിൽ സ്വീകരിക്കപ്പെടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ നിസ്കരിച്ചൊക്കെ എത്ര ഉണ്ടാവില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ചില ആൾക്കാര് ചെറുപ്പത്തിലേ മുസ്ലിമാണ്, വലുതായി ഒരുപാട് പ്രായമായി മരിച്ചു പോകുന്നുണ്ട്, ഒരൊറ്റ നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കാത്തതുണ്ടാവും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഥറാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ നിസ്കാരം ഖബൂലാക്കി തരട്ടെ. അതുകൊണ്ട് ഒരു അഴിച്ചുപണി നിർബന്ധമാണ്. നമ്മുടെ ബോധത്തോടുകൂടെ ചെയ്യുക. ഞാൻ ഈ പറയുന്നതിന്റെ കാകത്തുക അതാണ്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എന്താണ്? ഒരു ബോധം ഉണ്ടായിരിക്കുക. ബോധിച്ചുകൊണ്ട് പറയാ, അപ്പോഴല്ലേ അത് ഹൃദയത്തിലേക്ക് വരൂ. ഈ ദീൻ എന്ന് പറയുന്ന നമ്മുടെ ഖൽബിനെ സംസ്കരിക്കേണ്ട വിഷയമാണ്. അത് ഖൽബിന് കണക്ഷൻ ഇല്ലാതെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്ക് നമ്മൾ മുന്നിടുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു നമ്മിലേക്ക് മുന്നിടുകയാണ്. എപ്പോ? അള്ളാഹുവിനെ പറ്റി നമ്മൾ ഓർക്കുന്ന സമയം അത്രയും. നമ്മൾ പുതുപ്പറമ്പ് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് ഇടക്കൊന്ന് ചെങ്കുട്ടിക്ക് പോയി, അള്ളാഹുവിന്റെ എത്തിജാഹ് നമ്മിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ അതിനിടക്ക് പിന്നെ ഒരു കളിക്ക് പോയിട്ടുണ്ടാവും. ഒരു ടർഫ് ഉണ്ടല്ലോ, വന്ന് രാത്രി കളിക്ക് പോണ്ടേ ചിന്തയായി. നാളത്തെ കല്യാണത്തിന് ഇപ്പൊ എന്താ കൊടുക്കുക? അങ്ങനെയായി. ഇങ്ങനെ നമ്മുടെ ഖൽബിൽ എന്തൊക്കെ വരുന്നുണ്ടോ
അത്രയും സമയം അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അപര്യാപ്തതകളെ പരിഹരിച്ച് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ, അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അള്ളാഹുവിനോടുള്ള ഭയപ്പാട്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ എല്ലാം ഭയപ്പെടുമെന്ന് പരിശുദ്ധ അസറുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ആരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യണ്ടെന്നല്ല, മനുഷ്യന്മാരെ ബഹുമാനിക്കണം. അൻസിലുന്നാസ മനാസിലഹും. പക്ഷെ ഖൗഫ്, എന്റെ ജീവിതവും എന്റെ റിസ്ഖും എന്റെ അജലും എന്റെ ഖളാ ഇതൊക്കെ അല്ലാഹുവിന്റെ അടുത്തുള്ള വിഷയമാണ്. മനുഷ്യന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്ഥാനമുള്ളവർക്ക് സ്ഥാനം വകവെച്ചു കൊടുക്കണം. അൻസിലുന്നാസ മനാ ഇന്ന മിൻ ഇക്റാമില്ലാഹി ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം, അല്ലേ? പ്രായമുള്ള ഒരു ഉപ്പാപ്പയെ, പ്രായമുള്ള ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നത് തുല്യമാണ്. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പേടിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. മോടി വന്നാൽ പിന്നെ എന്താ, ഒരു കുന്തം സംഭവിക്കാൻ പോണില്ല. നമ്മൾ അള്ളാഹിനെ പേടിച്ചാൽ പോരെ? നമ്മൾ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. നമ്മൾ പേടിക്കേണ്ടത് ഭരണാധികാരികളെയല്ല. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മാറാതെ അള്ളാഹു നമ്മുടെ വിഷയം ഏറ്റെടുക്കൂല. നമ്മൾ പേടിക്കേണ്ടത് പടച്ചതം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരിച്ചുപോയ നാടാണിത്. ഹിറ്റ്ലറും മുസോളിനിയും കഴിഞ്ഞു പോയ ലോകമാണിത്. എന്തേ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോണില്ല. അള്ളാഹുവിന്റെ ഖദറുകൾ ആ സമയങ്ങളിലൂടെ നടക്കും. മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടത് പടച്ച തമ്പുരാനെയാണ്, അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. ആവശ്യമായ കരുതലുകൾ നമ്മൾ ചെയ്യണം. പക്ഷെ ഭയപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹു അസ്ബാബുകളിലൂടെ കാര്യം ചെയ്യുന്നവനാണ്. പടച്ച തമ്പുരാനെ നമ്മൾ പേടിക്കുന്നുണ്ടോ? അതാണ് വിഷയം. ഒരു വേള നമ്മൾ പേടിച്ചതും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണ്? പടച്ച തമ്പുരാനെയാണോ അല്ല നമ്മുടെ കേന്ദ്രത്തിൽ വരുന്ന ഭരണത്തെയാണോ? ആരെ നമ്മൾ പേടിച്ചത്? ആ പേടി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയേനെ. ഇപ്പൊ അടുത്ത കാലത്തെ കുറിച്ച് പേടി ഉണ്ടായില്ലേ? തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അത്ര പേടി നമ്മൾ അള്ളാഹിനെ പേടിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെട്ടു പോയേനെ. പടച്ച തമ്പുരാനെ. മഹാനായ അല്ലാമ ഇബ്നു അബീ ദിഅ്ബ് റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫത്തുൽ മഹ്ദി. മഹ്ദി എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് പറഞ്ഞോ അവിടെ തല പോകും, അങ്ങനത്തെ ആളാണ്. അങ്ങനത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അബ്ബാസി ഭരണാധികാരിയായ ഖലീഫത്തുൽ മഹ്ദി. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാമിലാണ് അവരുടെ ആസ്ഥാന മന്ദിരം. മദീനത്തേക്ക് വരുന്ന ഹജ്ജിന് പോകുന്ന വഴിക്ക് മദീനത്തെ പള്ളിയിൽ കയറിയതാണ്. അപ്പോൾ മദീനത്തെ ഹറമാണ്, മദീനത്തെ പള്ളി ഹറമാണ്. ആ ഹറമിലേക്ക് കയറി വന്നപ്പോ എല്ലാ ആൾക്കാരും എണീറ്റു, എല്ലാവരും എണീറ്റു നിന്നു. മഹാനായ അല്ലാമ ഇബ്നു അബീ ദിഅ്ബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം മാത്രം എഴുന്നേറ്റുന്നില്ല, കാല് നീട്ടി അവിടെ ഇരിക്കുകയാണ്. കാരണം ഒന്നുമില്ല, ഇത് ബഹുമാനിക്കാൻ മാത്രം ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ആരായി വരുന്നത്? സഫാഖ്, മുഅ്മിനീങ്ങളുടെ ചോര ചിന്തുന്ന ആള്, അനീതിയും ദുൽമും ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. പക്ഷെ ആള് ഖലീഫയാണ്, എന്ത് ചെയ്യും? ഭരണാധികാരിയാണ്. അദ്ദേഹം ഉഖറവിയായ ഒരു ആലിമാണ്, മഹാനായ അല്ലാമ ഇബ്നു അബീ ദിഅ്ബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ആയിരത്തം തന്നെ അവിടെ ഇരുന്നു. അദ്ദേഹം കയറി വന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഇയാൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മഹദി ചോദിച്ചു, മൂപ്പരോട് വിളിക്കുക, ആരാണത്? നിങ്ങൾ വിളിക്കേണ്ടത് മൂപ്പരോട് വേണം ഇങ്ങോട്ട് വരാൻ പറയുന്നത്. അങ്ങനത്തെ ഒക്കെ ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. ഇങ്ങനെ മഹദി അങ്ങോട്ട് ചെന്നു. അപ്പം മഹദിക്ക് പേടി തോന്നി തുടങ്ങി. റസൂലുള്ളാഹിന്റെ പള്ളിയിലാണത്. എന്തെങ്കിലും എഴുന്നേൽക്കാത്തത് ചോദിച്ചു. പിന്നെ ഞാൻ ഓർക്കുകയാണ്, യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. നിങ്ങൾ വന്നപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റുന്നപ്പോഴേ അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നേരല്ലേ, എനിക്ക് അതാണ് ഓർമ്മ വന്നു. പിന്നെ നിങ്ങൾക്ക് എണീക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മൾ ദേഷ്യപ്പെടുത്തിയോ? പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് പോവുണ്ടായത്. സുബ്ഹാനല്ലാഹ്, ദേഷ്യായി പോയോ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനത്തെ കണ്ടത് ദീനിന്റെ വിഷയങ്ങൾ മുഖം നോക്കാതെ അല്ലാഹുവിന്റെ വിഷയത്തിൽ ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഇതൊക്കെ അല്ലാഹുവിലേക്കുള്ള തവക്കുലിന്റെ ഒരു അടയാളമാണ്. പടച്ച തമ്പുരാനെ ശരിക്കും ട്രസ്റ്റ് ചെയ്താലേ, ശരിക്കും വിശ്വസിച്ചാൽ ഒരാൾക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. ഒരു സമുദായത്തിനും ഈ ഉമ്മത്തിനെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഉമ്മത്തിന്റെ ഹിമ്മത്ത് അല്ലാഹുവിന്റെ ആണെങ്കിൽ, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ വിഷയങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ആ ഹിമ്മത്തും തവക്കുലും നൽകട്ടെ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. മഹദി
ഹജ്ജാജ് ഇബ്നു യൂസുഫ് മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരനുണ്ട് മൻസൂർ ഇബ്നു യൂസുഫ് എന്ന യമനിലെ ഭരണാധികാരിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നത് ഭരണാധികാരികളിൽ കഫാബിഹി ളാലിമ. ഇമാം ശാഫിഈ തങ്ങൾ ളുൽമിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്. ഇവൻ അക്രമിയാണ്, കഫാബിഹി ളാലിമ, അക്രമിയാണെന്നതിന് തെളിവ് ഇത് മാത്രം മതി. അങ്ങനത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഅബന്റെ അടുത്ത് തവാഫ് ചെയ്യുമ്പോ ഒരു സാധുവായ മനുഷ്യൻ തവാഫ് ഇങ്ങനെ ചെയ്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വസ്ത്രത്തിൽ ചവിട്ടിപ്പോയി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. തവാഫ് കഴിഞ്ഞിട്ട് വിളിക്കുന്നു. തവാഫ് കഴിഞ്ഞിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിക്കുകയാണ്. ആരെ വിളിക്കണത്? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആള്, താബിഈങ്ങളിൽ മഹാനായ പണ്ഡിതൻ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അൻത ശഖീ ഇബ്നു ഖുസൈർ എന്ന് പറഞ്ഞ വളരെ പ്രമാദമായ ഒരു സംഭവമുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ദുൽമിന്റെ അങ്ങേയറ്റം അല്ലാഹുമ്മ ലാ തുസല്ലിത് അലാ അഹദിൻ മിൻ ബഅദി, പടച്ചവനെ എന്നെ കൊന്നതിന് ശേഷം ഇനി ഒരാളെയും കൊല്ലാൻ അവൻ അനുമതി കൊടുക്കരുതേ എന്ന് മഹാൻ ദുആ ചെയ്തു പോയതാ. പിന്നെ ഏതാനും ആഴ്ചകളെ കൊണ്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിച്ചു പോകുന്നത്. ഏതായിരുന്നാലും തവാഫ് കഴിഞ്ഞ് വന്നിട്ട് ഈ തുണിയിൽ ചവിട്ടിപ്പോയ ആളൊരു യമനിയാണ്. ആളെ വിളിച്ചു. നീ ആരാന്ന് ചോദിച്ചു. അന വാഹിദും മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങപ്പെട്ട ഒരാൾ. അതല്ല ഞാൻ ചോദിച്ചത്, എവിടുന്നാ വരുന്നത്? മിനൽ യമൻ, ഞാൻ യമനിയാണ്, യമൻ എന്ന് വരാൻ. കൈഫ തറഖ്ത അഖീ, എന്റെ സഹോദരനുണ്ട് അവിടെ മൻസൂർ ഇബ്നു യൂസുഫ്. എങ്ങനെയുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മൻസൂർ ഇബ്നു യൂസുഫ് എന്റെ സഹോദരൻ എങ്ങനെയുണ്ട്? പറഞ്ഞു തറക്തുഹു അഖാലൻ ജസീമൻ ദലൂമൻ ഗശൂമൻ. പറയാൻ തുടങ്ങി, നിങ്ങളുടെ സഹോദരനെ ഭയങ്കര തീറ്റയാണ്, നിങ്ങളുടെ സഹോദരൻ കുടിക്കലിന്റെ പരിപാടി, നിങ്ങളുടെ സഹോദരൻ അക്രമമായ അക്രമം മുഴുവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അതാ അവസ്ഥ. പറഞ്ഞു അമാത്തതിരി, ഞാനും അവനും തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ല, എന്റെ സഹോദരനല്ലേ നിനക്കറിയോ? എനിക്കറിയോലോ. എന്താ നീ അത് മൈൻഡ് ചെയ്യാത്തെന്ന് ചോദിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നീയും നിന്റെ അനുജനും തമ്മിലുള്ള ബന്ധം പോലെയാണോ ഞാനും ഈ കഅബന്റെ ഉടമസ്ഥനായ അല്ലാഹുവും തമ്മിലുള്ള ബന്ധം? നീ എനിക്ക് പുല്ലാണ്. ഇങ്ങനൊരു മറുപടി ഹറമിന്റെ മുമ്പിൽ വെച്ച് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദുൽമിന്റെ അക്രമത്തിന്റെ പ്രതിരൂപമായ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞത് ചരിത്രത്തിൽ കൂടിയ ആളുകളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. ഹജ്ജാജ് യൂസുഫ് മിണ്ടാണ്ട് പോയി. നീയും നിന്റെ അനുജൻ തമ്മിലുള്ള ബന്ധമാണ്, എനിക്കും എന്റെ റബ്ബ് തമ്മിൽ ബന്ധമല്ല. ഇവിടെ ഞാൻ കഅബത്തിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്, എന്നിട്ട് നിന്റെ അനുജൻ ചെയ്യുന്ന ദുൽമിനെ ഞാൻ ന്യായീകരിക്കണമെന്നോ? ഞാനത് ചെയ്യൂല. ഇത് പറഞ്ഞത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അഫ്ളലുൽ ജിഹാദി കലിമതു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയൽ ജിഹാദിൽ വെച്ച് ഏറ്റവും വലിയ ജിഹാദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഹിമ്മത്ത് പടച്ച തമ്പുരാനെ നമ്മൾ ഖൽബിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അള്ളാഹു ആ ഒരു ബോധം അള്ളാഹുവിന്റെ കലാമുമായും ദീനുമായും നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ഖൽബിലേക്ക് റബ്ബ് തരുന്ന ഈ ഒരു ഇൻസൈറ്റ്, ഖൽബിന്റെ ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു അവബോധമുണ്ട്. അള്ളാഹുവേ നീ ഞങ്ങൾക്കത് നൽകണമേ തമ്പുരാനെ, അള്ളാഹുവേ നീ ഞങ്ങൾക്കത് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.